Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച, ഇന്നലത്തെ ഒരു എക്സ്പയറി ഡേക്ക് ശേഷമുള്ള ഒരു ഇൻട്രാഡേയിലേക്കാണ് നമ്മൾ കിടക്കാനിരിക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ആഴ്ച തുടക്കത്തിൽ ആരംഭിച്ച ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ നിന്ന് കരകയറാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥകളും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ മാക്രോ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുമാണ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ആ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറായിട്ട് വിപണിയിൽ റിഫ്ലക്റ്റും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ ഒരു ക്ലോസിംഗിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും 25,839.65 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം 120 പോയിന്റ്സിന് അടുത്തൊരു ഇടിവായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ 25,800 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ട് 25,728 എന്നൊരു നിലയിലേക്ക് എത്തുന്നൊരു സ്ഥിതി കണ്ടിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 25,923.65 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും തുടക്കഘട്ടത്തിൽ എല്ലാ സെക്ടേഴ്സിലും ഒരു നെഗറ്റീവ് ടോൺ ആയിരുന്നു കാണാൻ സാധിച്ചതെങ്കിൽ പിന്നീട് പല സെക്ടേഴ്സിലും പ്രത്യേകിച്ചും PSU ബാങ്ക് പോലെയുള്ള പല ഇൻഡെക്സുകളിലും ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ അവിടെയും ആ ഒരു റിക്കവറി കൊണ്ട് മാത്രം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും വലിയ തോതിലുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റം നിലനിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളുടെ ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ടൊരു റിക്കവറി നടത്താനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 1 അവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഗ്രാജുവലി ആണ് എങ്കിൽ പോലും ഒരു മൂവ്മെൻറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റം നിലനിർത്താനായിട്ട് നിഫ്റ്റിയുടെ ബാങ്ക് സൂചിക്ക് കഴിഞ്ഞിരുന്നു. വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ 59,222.35 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 58,878.45 എന്നൊരു ഡേ ഹൈയും 59,358.25 എന്നൊരു ഡേ 58,878.45 എന്നൊരു ഡേ ലോയും 59,358.25 എന്നൊരു ഡേ ഹൈയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ഒരു റിക്കവറിക്ക് കാരണമായിരുന്നത് പൊതുമേഖലാ ബാങ്കിങ് ഓഹരികൾ തന്നെയായിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വലിയ തോതിലൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു ലോ ലെവലിൽ നിന്ന് വളരെ കൃത്യമായിട്ടൊരു ബൈയിങ് ഈ ഒരു ഇൻഡെക്സിൽ നടന്നതായിട്ടാണ് കാണുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻഡെക്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിലും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലനിർത്തിയതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ആഗോളതലത്തിലേക്ക് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ FOMC യോഗ തീരുമാനങ്ങൾ ഇന്ന് രാത്രിയോട് കൂടി അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ഹോക്കിഷ് ആയിട്ടൊരു റേറ്റ് കട്ടിലേക്കായിരിക്കും ഒരു പക്ഷേ ഫെഡ് നീങ്ങുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ. അതായത് ഒരു 25 ബേസിസ് പോയിൻറ്റ്സ് റേറ്റ് കട്ട് ചെയ്യും. എന്നിരുന്നാൽ പോലും മുന്നോട്ടേക്ക് ഒരു പക്ഷേ ഒരല്പം കൂടി കോഷ്യസ് ആയിട്ടൊരു സ്റ്റാൻസ് ഫെഡ് സ്വീകരിച്ചേക്കും എന്നൊരു അനുമാനമാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു റേറ്റ് കട്ടിനേക്കാൾ ഉപരി ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഫെഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിരിക്കും ഫെഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റുമായിരിക്കും ആഗോള വിപണികൾ പ്രത്യേകിച്ചും US വിപണികൾക്ക് നിർണായകമാവുക. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ ഡൗ ജോൺസ് സൂചികയിൽ അടക്കം കാണാൻ സാധിച്ചിട്ടില്ല. പൊതുവെ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട US വിപണികളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 180 പോയിന്റ്സ് അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്ക് 100 വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ S&P 500 സൂചികയും ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Angela, morning viewers. സർ, ഇന്നലത്തെ ഒരു US വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും തുടക്കത്തിൽ അതായത് ട്രേഡിംഗ് ആരംഭിച്ച ആ ഒരു ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു. പിന്നീട് ആ ഒരു ലോ ലെവൽസിൽ തന്നെയാണ് ഇൻഡെക്സും ഡൗ ജോൺസും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിനെ സംബന്ധിച്ചാണെങ്കിലും S&P 500 സൂചികയെ സംബന്ധിച്ചാണെങ്കിലും തുടക്കത്തിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ആ ഒരു മാർജിനിലെ ഒരു ഹൈ ലെവൽസിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ ട്രേഡ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? അമേരിക്കൻ വിപണിയിലെ ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു.
ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 48,000 പോയിന്റിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം 47,200 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്നലത്തെ ട്രേഡ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ക്ലോസ് നമുക്ക് JP മോർഗന്റെ കേസിലായിരുന്നു. ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്ക് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു. ആൻഡ് ക്ലോസിംഗിന്റെ സമയത്ത് വളരെ വീക്കായിട്ടായിരുന്നു JP മോർഗൻ ക്ലോസ് ചെയ്തത്. ബട്ട് നമ്മൾ ബ്ലാക്ക് റോക്ക്, ഗോൾഡ്മാൻ സാക്സ് മുതലായ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നല്ല സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്സിലൊക്കെ വീണ്ടും കാണാൻ സാധിച്ചു. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 2,850 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഈ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈനെ വീണ്ടും പ്രതീക്ഷിക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ സ്വർണ്ണത്തിലേക്ക് വരുമ്പോൾ ഇന്നും വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടൊരു റേഞ്ചിലാണ് ഇൻട്രാഡേയിൽ ഇന്നിപ്പോൾ ഗോൾഡിലും ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏകദേശം കഴിഞ്ഞ ഈ ഒരു ഡിസംബർ ആരംഭിച്ച മുതൽ ഇങ്ങോട്ടേക്ക് വലിയ തോതിലുള്ള ഒരു വളറ്റിലിറ്റി ഒന്നും തന്നെ ദൃശ്യമാകാതെ പൊതുവേ ഒരു കൺസോൾഡേറ്റഡ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഗോൾഡിൽ കാണുന്നത്. ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്വർണത്തിന്റെ കേസിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $4,263 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 4,190 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർ, ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീക്ക് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ ഒരല്പം കൂടി ഇൻറ്റൻസിഫൈ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇന്നലെയും ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നും ഇപ്പോൾ ആ ഒരു ലോ ലെവൽ തന്നെയാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബ്രെൻഡ് ഒരു ഫ്ലാറ്റ് ലോ ടോണിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ക്രൂഡിലുള്ള തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ക്രൂഡിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $56.90. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെയും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചത്. എക്സ്പയറി ഡേ ആയിരുന്നു, ഒരു വളറ്റാലിറ്റി കണ്ടിരുന്നു എങ്കിൽ പോലും തീർച്ചയായിട്ടും വലിയ തോതിലൊരു നേട്ടമൊന്നും തന്നെ ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റി 50യിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം ലോ ലെവൽസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബൈയിങ്ങും നടന്നതായിട്ടാണ് പല കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോ പൊസിഷൻസ് ഉണ്ടെങ്കിൽ 25,650 സപ്പോർട്ടായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വീക്ക് ആരംഭിച്ചപ്പോൾ തന്നെ പല നിക്ഷേപകരും ഒരല്പം ആശങ്കയിൽ നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും അതായത് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. മികച്ച GDP വന്നിട്ടുണ്ടായിരുന്നു, RBI റേറ്റ് കട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലേഷൻ അനുമാനങ്ങളൊക്കെ തന്നെ കുറച്ചിട്ടുണ്ട്. പൊതുവെ ഇന്ത്യൻ മാക്രോ തലത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ നിന്നിട്ട് പോലും ഇത്തരമൊരു ഇടിവ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകുന്നത്? നമ്മൾ എപ്പോഴും മാർക്കറ്റിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, മാർക്കറ്റ് ഇസ് ഓൾവേസ് ഫോർവേഡ് ലുക്കിംഗ്. അതായത് മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിഫ്റ്റി 50യുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 24,400 പോയിന്റിലായിരുന്നു നിഫ്റ്റി 50 ട്രേഡിംഗ് നടത്തി വന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു ബുള്ളിഷ് റിവേഴ്സൽ സിഗ്നൽ ലഭിച്ചത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു 24,900 പോയിന്റിന് അടുത്ത്. അതിനുശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ 2-3 മാസത്തിനിടെ കാണാൻ സാധിച്ചു. ആൻഡ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റ് ഈസ് എ വെരി നാച്ചുറൽ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഇത് ഒരു വിധത്തിലും നമുക്ക് നമ്മുടെ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഔട്ട്ലുക്കിന് ഒരു വിധത്തിലും ഇത് ബാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ സപ്പോർട്ട് ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ നമ്മൾ ഈ ഒരു കറക്ഷനിലായിരിക്കണം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. ബാങ്കിനെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്നലത്തെ ഇൻട്രാഡേയിൽ നിഫ്റ്റി ബാങ്ക് സൂചിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും PSU ബാങ്ക് ഓഹരികൾ ഉണ്ടായൊരു മുന്നേറ്റമാണ് ആ ഒരു ലോ ലെവലിൽ നിന്ന് റിക്കവർ ആക്കാനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയെ സഹായിച്ചത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ 59,222 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടെ PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു ഔട്ട് പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് മുതലായ PSU ബാങ്കിങ് സ്റ്റോക്സിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക് ഇതിനോടൊപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് PSU ബാങ്ക്സിൽ നമുക്ക് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നതാണ്. നാച്ചുറലി PSU ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കുറെ കൂടെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ആൻഡ് PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വിച്ച് ഇസ് മെയിൻലി സപ്പോർട്ടഡ് ബൈ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നമുക്ക് അണ്ടർ ടോണിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 58,700 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 59,600 പോയിന്റ്. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. സർ, ഒപ്പം തന്നെ പ്രൈവറ്റ് പ്ലെയർ ആയിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. HDFC ബാങ്ക് ഓഹരികളെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു സെപ്റ്റംബർ 26 ശേഷം പൊതുവെ മികച്ച ഒരു റിട്ടേൺ നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള സെൽ ഓഫ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ഹൈ ലെവൽസിൽ പലപ്പോഴും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ HDFC ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ബ്രോഡ് സൈഡ് വേസ് കൺസോളിഡേഷന് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 965 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 1022 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ ആ ഒരു സെല്ലിംഗ് പൊസിഷൻ നേരിട്ടപ്പോൾ പോലും ഒരു മൊമെൻറ്റം നിലനിർത്തിയ സെക്ടേഴ്സ് ആയിരുന്നു സ്മോൾ ക്യാപ്പും അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളും. ബ്രോഡർ മാർക്കറ്റിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്താണ്? അല്ല, നമ്മൾ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് 50 ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അണ്ടർ പെർഫോമൻസ് കഴിഞ്ഞ 2-3 മാസത്തിനിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ഇന്നലെ നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സിൽ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് കരുതരുത്. ഓൺ ദി കോൺട്രറി, നമുക്ക് ഈ ഇൻഡസ്ട്രീസിലും ഈ സെക്ടറിലും നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. നമുക്ക് ജനറലി സ്പീക്കിംഗ് നമുക്ക് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് സ്പേസിലെ കാര്യമായിട്ട് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് ചില സ്റ്റോക്സിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ജുപ്പിറ്റർ വാഗൺസ് ലിമിറ്റുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് സെല്ലിംഗ് പൊസിഷൻ നേരിട്ട് വരുന്ന ഒരു ഓഹരി കൂടിയാണ് ജുപ്പിറ്റർ വാഗൺസ്. എന്നാൽ ഇന്നലെ ഒരു 2.5% നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുന്നേറ്റത്തെ വിശ്വസിക്കാമോ അതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്? അല്ല, നമ്മൾ ജൂപ്പിറ്റർ വാഗൺസിന്റെ കേസിൽ മെയ് മാസത്തിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും മെയ് മാസത്തിൽ ഏകദേശം 460 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു മേജർ ടോപ്പ് കാണാൻ സാധിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. എഗെയിൻ ഞാൻ നേരത്തെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇസ് നോട്ട് എ ട്രെൻഡ് റിവേഴ്സൽ, ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്.
അടുത്തായിട്ട് IRFCയിലേക്ക് കൂടി വരികയാണ്. IRFCയെ സംബന്ധിച്ചിട്ട് മറ്റ് റെയിൽവേ ഓഹരികളെ പോലെ തന്നെ തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു ജൂലൈക്ക് ശേഷം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം, ജൂലൈ എന്നതിനേക്കാളും കഴിഞ്ഞ വർഷം ഒരു ജൂലൈക്ക് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം ഒന്നും തന്നെ കാണാനും സാധിച്ചിട്ടില്ല. ഇന്നലെ ഇതേ ഒരു മൂവ്മെൻറ്റ് IRFCയുടെ ഓഹരികളിലും കാണാൻ സാധിച്ചിരുന്നു. 2% നേട്ടം നൽകിയായിരുന്നു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ IRFC ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, IRFCയുടെ കേസിലും ജൂൺ മാസത്തില് 149 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന IRFC ഇന്നലത്തെ ലോ വാല്യൂ നോക്കുമ്പോഴേക്കും 110 ആയി. ആൻഡ് ദാറ്റ്സ് എ മാസീവ് ലോസ്. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. അത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് കരുതാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തായിട്ട് ഗുജറാത്ത് പിപ്പാവ് പോർട്സിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം 3.5% ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഒരു കൺസോളിഡേറ്റഡ് റേഞ്ചിൽ നിന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ടൊരു മുന്നേറ്റവും കാണുന്നുണ്ട്. സോ ഗുജറാത്ത് പിപ്പാവ് പോർട്ട് ലിമിറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Gujarat Pipavav Limited is a small cap stock. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 175 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 200. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 220 ആയിരിക്കും. അതോടൊപ്പം തന്നെ അദാനി പോർട്സിലേക്ക് വരികയാണ്. അദാനി പോർട്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ മികച്ച മുന്നേറ്റം നടത്താനായിട്ട് അദാനി പോർട്സിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് അദാനി പോർട്സ് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണുന്നതിനിടയായി. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1450 രൂപയുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനും സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1545 അടുത്തായിട്ട് ചില ന്യൂ ഏജ് കമ്പനികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് 10,000 കോടി രൂപ QIP വഴി സമാഹരിക്കാനുള്ള ഒരു അനുമതി ഇപ്പോൾ ബോർഡിൽ നിന്ന് കമ്പനി നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ ശക്തിപ്പെടുത്താനുള്ള നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു QIP വഴിയുള്ള സമാഹരണത്തെ പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. ഇന്നലെ 3% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു സ്വിഗ്ഗി ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വിഗ്ഗിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തുടരുന്നു. സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 375 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ 415 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പം എറ്റേണലിലേക്ക് കൂടി വരുന്നു. എറ്റേണലിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഒരു 2% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കഴിഞ്ഞ ഒരു ഒക്ടോബറിന് ശേഷം ഈ ഓഹരിയിൽ കാണുന്നത്. സോ ഇറ്റേണലിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇറ്റേണലിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 278 രൂപയിൽ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് വീണ്ടും ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ 315 അതിനുശേഷം 322 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് മറ്റു ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ലെക്സ്മെക്സ് ഓട്ടോടെക് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? എന്താ കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ? സർ ലെക്സ്മെക്സ് ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ് ആണ്. LUMAX AUTO ടെക്നോളജീസ്, ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ് ഇന്നലെ 1.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ലൂമാക്സിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1400 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1600 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് JP പവർ എന്നൊരു ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. JP പവറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, JP പവറിന്റെ കേസിൽ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. വളരെ മോശമായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽസ് ഉള്ള ഒരു കമ്പനി. ഈ കമ്പനിക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ നമുക്ക് ഒത്തിരി റൂമേഴ്സ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. പേഴ്സണലി ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അപ്പം BSEയിലേക്ക് കൂടി വരികയാണ്. BSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BSEയുടെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചെങ്കിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2590 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് ആർട്ടിമിസ് മെഡിക്കെയർ എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. ആർട്ടിമിസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്ടിമിസ് മെഡിക്കെയർ സർവീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആർട്ടിമിസ് വീണ്ടും ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു കേസിലും നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഈ സ്റ്റോക്കിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ 250 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 275. അടുത്തായിട്ട് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിലേക്കാണ് വരുന്നത്. ന്യൂജനെ സംബന്ധിച്ചിട്ട് വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോ ലെവലിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ പോലും അവിടെ നിന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലത്തെ ഇൻട്രാഡേയിൽ ഈ ഒരു ഓഹരിയിൽ നടന്നിട്ടുമുണ്ട്. സോ ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ന്യൂജന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 818 രൂപയിൽ ഫോം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ലെവലായിരുന്നു ഇന്നലെ ടെസ്റ്റ് ചെയ്തത്. നമ്മുടെ കൈവശം ഡൗൺ പൊസിഷൻ ഉണ്ടെങ്കിൽ 818 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 922 അതിനുശേഷം 1042 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് യൂണിടെക് എന്ന ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. യൂണിടെക്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിടെക്കിന്റെ കേസിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് യൂണിടെക്. ഈ ഒരു കേസിൽ നമുക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസും മിസ്മാനേജ്മെന്റും നടന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിച്ചിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ഓർ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല. ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ NRB ബിയറിംഗ്സ് എന്ന ഓഹരിയിലേക്ക് കൂടി വരികയാണ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? NRB ബെയറിംഗ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 255 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 319 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു ലാർജ് ക്യാപ്പ് ഓഹരിയായിരുന്നു അദാനി എന്റർപ്രൈസസ്. ഏകദേശം 1.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. അദാനി എന്റർപ്രൈസസ് ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി എന്റർപ്രൈസസിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി കറന്റ് ലെവൽസ് നമ്മൾ നോക്കുമ്പോഴേക്കും അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2090 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ 2490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് 10 എക്കോ ക്ലീൻ എയർ ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ഫണ്ടമെന്റൽ വ്യൂ എന്താണ്? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യാവും. സർ, 10 എക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ്.
19 തീയതി നവംബർ 19 ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 491.65 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഇതിന്റെ ഡേറ്റ് ഇപ്പം ലഭ്യമല്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു ഓഹരി ടൈറ്റൻ ആയിരുന്നു. ടൈറ്റനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% കുതിപ്പായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ടൈറ്റൻ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടൈറ്റന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാം. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്കിലായിരിക്കാം നമ്മൾ ഫോക്കസ് മുഴുവൻ കൊടുക്കേണ്ടത്. ബിക്കോസ് ദിസ് ഇസ് പാർട്ട് ഓഫ് ദ നിഫ്റ്റി 50. മാനേജ്മെന്റ് ഇസ് എക്സലന്റ് ഫൈനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ് ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 3740, മേജർ റെസിസ്റ്റൻസ് 3950. അടുത്തായിട്ട് ഷിപ്പ് ബിൽഡിംഗ് ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് GRSE ആണ്. GRSE ഇന്നലെ 3% കുതിപ്പായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള ഇടിവിന് ശേഷമാണ് ഇന്നലെ, അതായത് ഡിസംബർ ആരംഭിച്ചതിന് ശേഷം ഇന്നലെ ആയിരുന്നു വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത്. സോ GRSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GRSEയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മേജർ സപ്പോർട്ട് 2300 രൂപയെ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടായിരുന്നു ഇന്നലെ ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയായിട്ടുള്ള JP അസോസിയേറ്റ്സിലേക്ക് കൂടി വരികയാണ്. JP അസോസിയേറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമ്മൾ ഇന്ന് നേരത്തെ JP പവറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർ പാറ്റേൺ, സിമിലർ പ്രോബ്ലം. ഈ കമ്പനിക്ക് ഒട്ടും നല്ല മികച്ച ഫൈനാൻഷ്യൽസ് അല്ല, ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്ന ഒരു കമ്പനിയായത്. ആൻഡ് ദർസ് എ കംപ്ലീറ്റ് മിസ്മാനേജ്മെന്റ്. സോ ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് ജൂണിന് ശേഷം തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിരുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരികൾക്ക് കഴിഞ്ഞിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു. കാര്യം ഈ സ്റ്റോക്കിൽ നമുക്ക് സെപ്റ്റംബറിൽ 1600 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിനു ശേഷം നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും ഒക്ടോബർ മാസത്തിന് ശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും വേർഷയായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1550 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1840 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അവസാനമായിട്ട് ഇന്നലെ ഒരു മികച്ച വലിയ തോതിൽ ഒരു സെൽ ഓഫ് നേരിട്ട ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് ആയിരുന്നു. 4% ഒരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിട്ടും കാണാൻ സാധിച്ചത് 2300 രൂപയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച നമുക്ക് 2980 രൂപ വരെയായിരുന്നു നമുക്ക് നേട്ടം. ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഒരുവിധ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചില്ല. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിംഗിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2780 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഏതായാലും സാർ, ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ഇന്നത്തെ ഏതായാലും ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻസും യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിലെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ സഫാനുമായി കാണാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.
Market Plus, sponsored by DBFS, Associate of Doha Bank.